നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 22 മുതൽ 32 വരെയുള്ള വേദഭാഗത്ത് ഒരു വീട് എങ്ങനെ സ്വർഗമാക്കാം, ഒരു കുടുംബജീവിതം എങ്ങനെ സ്വർഗതുല്യമാക്കാം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊരു ഭാര്യ എങ്ങനെ ആകണം, ഒരു ഭർത്താവ് എങ്ങനെ ആകണം. ആ വേദഭാഗമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. ഇപ്പോൾ 11:30 ആകുകയാണ്. ഏതായാലും ഒരു 12:30 ആകാതെയൊക്കെ കഴിക്കാനും ബുദ്ധിമുട്ടാണ്. രാവിലത്തെ ദഹിച്ചിട്ടുമില്ല. നമ്മുടെ ഇടയിൽ കുടുംബജീവിതങ്ങൾ, മിനിഞ്ഞാന്ന് ഒരു 4 ദിവസം മുമ്പ് എൻ്റെ വീട്ടിൽ ഒരു വിശ്വാസി കുടുംബം വന്നു. മക്കളുണ്ട്, കൊച്ചുമക്കളുണ്ട്. അപ്പച്ചനും അമ്മച്ചിക്കും ഇപ്പം ഡിവോഴ്സ് ചെയ്യണം. കൂടാതെ ഒരു 3-4 കേസ് ഞാനിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളുമുണ്ട്, അവിശ്വാസികളുമുണ്ട്. കല്യാണം കഴിച്ചുള്ള ഒരു കേസ് 2 മാസമേ ആയുള്ളൂ. ചെറുക്കനും പെണ്ണും തമ്മിൽ അത്രയും പ്രശ്നമില്ല. ചെറുക്കൻ്റെയും പെണ്ണിനെയും വീട്ടുകാർക്ക് ഈഗോ കയറിയിരിക്കുകയാണ്. യെസ്, ചെറുക്കനും പെണ്ണിനും ഒന്നിച്ച് ജീവിച്ചാലോ എന്ന് പ്ലാനുണ്ട്. പക്ഷേ വീട്ടുകാരുടെ ഈഗോ കാരണം ഇപ്പോൾ അത് പിരിവിൻ്റെ ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. വല്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. പിള്ളേരെയൊക്കെ പണ്ട് ഒരു കുടുംബ ജീവിതത്തിന് വേണ്ടി കൊണ്ടായിരുന്നു മാതാപിതാക്കൾ ഒരുക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ കൊച്ചു വെളിയിലോട്ട് വരുമ്പോൾ പൊന്നും തേനും അരച്ചിടുന്നതിന് മുമ്പ് കാനഡയിൽ പോകുന്ന കാര്യമാണ് കുഞ്ഞിനോട് നമ്മൾ പറയും. അവളൊരു ഭാര്യ ആകാനുള്ളവളാണെന്നോ ഒരു വീട് കെട്ടുപണിയണമെന്നൊന്നും പറയുന്ന കാലം ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് പോലും അന്യം നിന്ന് പോകുന്നൊരു കാലത്താണ് നമ്മൾ വന്നിരിക്കുന്നത്. ആണ് പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് തന്നെ, ആണിനെ തന്നെ കെട്ടിയാൽ തന്നെ, പെണ്ണിനെ കെട്ടിയാൽ തന്നെ, സ്ത്രീ പുരുഷൻ്റെ കീഴെ കിടക്കണമെന്ന് തന്നെ, അവളും ജോലി ചെയ്തങ്ങ് പോയ പോരെ. കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് തന്നെ നിർബന്ധം, ലിവിങ് ടുഗദറായ പോരെ. ഇത് വിശ്വാസി സമൂഹത്തിലേക്കും കൂടെ കടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ പുസ്തകം പഴഞ്ചനല്ല, എന്നും പുതിയതാണ്. ഈ പുസ്തകം ക്രിസ്ത്യാനിക്ക് വേണ്ടി എഴുതിയതല്ല, മനുഷ്യർക്ക് വേണ്ടി എഴുതിയതാണ്. സകല ഭൂസീമാവാസികളുമേ യഹോവയുടെ ആലോചന കേൾപ്പിയെന്നാണ് ഇത് അഡ്രസ്സ് ചെയ്യുന്നത്. ഭൂലോകത്തിലൊക്കെ പോയി സകല സൃഷ്ടിക്കും, ഹിന്ദുവിനും ക്രിസ്ത്യാനും മുസൽമാനും, മതത്തിനപ്പുറത്ത് മനുഷ്യൻ ഈ ഭൂമിയിൽ സ്വർഗതുല്യമായ ജീവിതം എങ്ങനെ നയിക്കാം. ഈ ഭൂമി കഴിഞ്ഞൊരു സ്വർഗവും നരകവും ഉണ്ടെന്ന് ഹിന്ദുക്കളും മുസ്ലിങ്ങളും യഹൂദന്മാരും ക്രിസ്ത്യാനിയും എല്ലാം വിശ്വസിക്കുന്നു. ആ സ്വർഗം എങ്ങനെ നമ്മുടെ ആക്കാം, ഈ 2 കാര്യമേ ഇതിനകത്തുള്ളൂ. ഹൗ ക്യാൻ യു മേക്ക് യുവർ ഹോം എ ഹെവൻ ആൻഡ് ഹൗ ക്യാൻ യു മേക്ക് ഹെവൻ യുവർ ഹോം. ഇതാണ് ഈ പുസ്തകത്തിൻ്റെ പ്രതിപാദ്യ വിഷയം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് സ്വർഗതുല്യമായൊരു പറുദീസയിലാണ് ആക്കി വെച്ചത്. ഇനി ക്രിസ്തു മുഖേന സ്വർഗതുല്യമായൊരു പറുദീസ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണുനീരില്ലാത്ത, ദുഃഖമില്ലാത്ത, മുറവിളിയില്ലാത്തൊരു വീട്. ദൈവം ഈ പുസ്തകത്തിൽ വീണ്ടെടുക്കുന്നത് വീടിനെയാണ്, കുടുംബ സെറ്റപ്പിനെയാണ് പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നത്. കുടുംബം, ഈ ലോകം എന്നിങ്ങനെ നിലനിൽക്കുന്നത് അനുഗ്രഹീത കുടുംബങ്ങളുള്ളതുകൊണ്ട്. അദ്ദേഹം വായിക്കുന്നതിന് മുമ്പ് ഓർപ്പിക്കട്ടെ, കോട്ടയത്തിനടുത്ത് വാകത്താനം എന്ന പ്രദേശത്ത് ഏറ്റവും സമ്പന്നമായ ഭവനമായിരുന്നു എൻ്റേത്. ഏറ്റവും കൂടുതൽ വസ്തുവക, ഏറ്റവും കൂടുതൽ എല്ലാം ഉള്ള. ഞങ്ങൾ ക്രൈസ്തവ വിശ്വാസികളായിരുന്നെങ്കിലും ഇഷ്ടംപോലെ പണമുണ്ടല്ലോ, ദൈവത്തിൻ്റെ ആവശ്യമില്ലല്ലോ, പള്ളിയിൽ പോലും പോകുകയില്ലായിരുന്നു. പള്ളി പോകുകയിലും കക്ഷി വഴക്കിന്, ബാവാകക്ഷി മെത്രാൻ കക്ഷി വഴക്കിന് എൻ്റെ വീട്ടിൽ നിന്നൊരു അച്ഛനെ ഇറക്കി വിടാനൊക്കെയുള്ള, തുണയ്ക്ക് പിടിച്ച് ഇറക്കിയൊക്കെ വിട്ടിട്ടുണ്ട്. അങ്ങനെ അഹങ്കാരം ഒക്കെ ഉള്ള ഒരു വീടായിരുന്നു എൻ്റെ വീട്. പൈസ ഉണ്ടല്ലോ എന്ന്. അങ്ങനെ ഇരുന്ന് എൻ്റെ അപ്പൻ്റെ ഒരു പെങ്ങൾ എന്തോ രോഗം ബാധിച്ച് മരിച്ചപ്പോൾ മന്ത്രവാദികളെ വിളിച്ച് ഈ പ്രശ്നം വെക്കുന്നവർ, അവരുടെ പേര് തന്നെ പ്രശ്നം വെക്കുന്നവർ, അവരെ വിളിച്ച് നോക്കിയപ്പോൾ താമസിക്കുന്ന വീടിരിക്കുന്ന സ്ഥലത്തിൻ്റെ കുഴപ്പമാണ്. ഇവിടെ നിന്ന് വേറെ സ്ഥലം വേണമെന്ന് പറഞ്ഞ് അങ്ങോട്ട് മാറ്റി വെച്ച വീട്ടിലാണ് ഇപ്പം ഞാൻ താമസിക്കുന്നത്. 80 വർഷം മുമ്പ്
വാകത്താനത്തെ ഏറ്റവും വലിയ വീട്, ആദ്യം കറണ്ട് വന്ന, ആദ്യം റേഡിയോ വന്ന വീടാണ് ഞാൻ താമസിക്കുന്നത്. അവിടെ വന്ന് 2 പിള്ളേരുടെയും കൂടെ ശവപ്പെട്ടി വെച്ചു. അപ്പം ഞങ്ങൾക്കൊരു കാര്യം പിടികിട്ടി, വീടിനല്ല കുഴപ്പം, വീട്ടുകാർക്കാണ് കുഴപ്പം. വീട് പണിതിരിക്കുന്ന പണിക്കല്ല പ്രോബ്ലം, വീട്ടുകാർ പണിയപ്പെട്ടതിനാണ് പ്രോബ്ലം. അങ്ങനെ 3 ശവപ്പെട്ടി എൻ്റെ വീട്ടിൽ ഒന്നിന് പുറകെ ഒന്നായി വെച്ചു. ആ ശാപം ഞങ്ങളുടെ തലമുറയിലും വന്നു. എൻ്റെ അപ്പൻ വിശ്വാസമാർഗത്തിൽ പോയിട്ട് ഞായറാഴ്ച ആരാധനയ്ക്ക് അവിടെയുള്ള ഒരു IPC ചർച്ചിൽ പോവും, വൈകിട്ടൊരു കുപ്പി കള്ളും കുടിക്കും. പരിശുദ്ധാത്മാഭിഷേകത്തൊക്കെ എതിർത്തൊരു മനുഷ്യനായിരുന്നു എൻ്റെ പിതാവ്. പിന്നീട് ഞാൻ വിശ്വാസത്തിൽ വന്ന ശേഷം താൻ ട്രാക്റ്റ് വരെ അടിച്ച് വിതരണം ചെയ്യുമായിരുന്നു. എൻ്റെ വീടൊരു ശാപകൂമ്പാരം. വിശ്വാസികളോട് ഞാനൊരു കാര്യം പറയാം, വിശ്വാസിക്ക് നിൽക്കുകയാണെങ്കിൽ ദൈവകൃപയിൽ, ദൈവഭയത്തിൽ നമ്മൾ നിന്നാൽ ഏത് ശാപവും അഴിഞ്ഞു മാറും. അങ്ങനെ എൻ്റെ വീട് ശാപകൂമ്പാരമായി. എൻ്റെ പിതാവും വിശ്വാസത്തിൽ നിലനിന്നില്ല. ആ ശാപം എൻ്റെ തലമുറയിലും വന്നു. എൻ്റെ ഒരു പെങ്ങൾ 2 കിഡ്നിയും പ്രവർത്തിക്കാതെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ കേരളത്തിൽ തന്നെ ആദ്യത്തെ ഒരു ഡയാലിസിസ് പേഷ്യൻ്റാണ്. അതേ സമയത്ത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റൊരു പെങ്ങൾ ഒരു ഭയം ബാധിച്ചു, മരണവീട്ടിൽ പോയി ഭയം ബാധിച്ചു, മെൻ്റൽ പ്രോബ്ലമായി, വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും എല്ലാ ദിവസവും. അതേസമയം മൂത്ത പെങ്ങൾ തിരുവല്ലയിൽ ഒരു പ്രസിദ്ധനായ അഡ്വക്കേറ്റാണ്ട് ഭാര്യയായിരുന്നു. അദ്ദേഹം മദ്യപാനം നിമിത്തം മരിച്ചു. 4 കുഞ്ഞുങ്ങൾ, അവരുടെ ഭാരവും ഞങ്ങളുടെ മേൽ വന്നു. അഹങ്കരിച്ച പണമൊക്കെ മിനിട്ട് വെച്ച് ആശുപത്രികളിലേക്ക് ഒഴുകിയപ്പോൾ ഒരു ബാങ്ക് തുടങ്ങി, കർണാടകയിൽ ഒരു എസ്റ്റേറ്റ് വാങ്ങി. അത് 2ഉം പ്രശ്നത്തിലായി. കോട്ടയത്ത് MD സ്കൂളിലെ ഏറ്റവും നല്ല മാർക്കായിരുന്നു എൻ്റേത്. ചങ്ങനാശ്ശേരി SP കോളേജിൽ വന്നപ്പോൾ എന്നിലും ഇതേ ഘട്ടത്തിൽ പിശാച് കയറുകയും മദ്യം, മയക്കുമരുന്ന്, ചീട്ടുകളി സങ്കേതങ്ങൾ പോലീസ് സ്റ്റേഷനുകളിൽ തകർന്നൊരു വ്യക്തിയാണ്. എൻ്റെ വീടിനടുത്തുള്ളൊരു പാസ്റ്റർ, ചർച്ചക്കോട്ടെ ഒരു പാസ്റ്ററാണ്, ഷിബു ബ്രദർ മോളി വന്നത്. അദ്ദേഹത്തെയൊക്കെ ഞങ്ങൾ ഹല്ലേലിയൊക്കെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. പക്ഷേ പ്രശ്നം വന്നപ്പോൾ വീട്ടുകാരും കണ്ടില്ല, പൈസയൊക്കെ തീർന്നു, കുറേ വസ്തുവകയുണ്ട്, ഒരു ഡയാലിസിസിന് പോലും പൈസ ഇല്ല. ആ ഘട്ടത്തിൽ വീട്ടുകാർ പോലും തള്ളിക്കളഞ്ഞു. എന്നാൽ ആ ദേവദാസൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ അടുക്കൽ വന്ന് സുവിശേഷം പറഞ്ഞു. ഞാൻ ആദ്യം ഓർത്ത് ഇതൊക്കെ ചുമ്മാതായിരിക്കും, അവരുടെ സഭയെ കൂട്ടാനായിരിക്കും. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സഭയെ വരണ്ട, പക്ഷേ യേശുവിനെ ജീവിതത്തിലേക്ക് വിളിക്കണം. ആ സഭയെ വരണ്ടെന്നുള്ള വാക്കാണ് എനിക്കേറെ ഇഷ്ടപ്പെട്ടത്. മോൻ വിളിച്ചാലോ, അന്ന് മദ്യമണക്കുന്ന വായിൽ അന്ന് രാത്രി യേശുവെ എന്ന് വിളിക്കുമ്പോൾ എൻ്റെ മുറിയിൽ ഈ ബൈബിളിൽ പറയുന്ന യേശു ഇറങ്ങി വന്നു കേട്ടു. എൻ്റെ മുറിയിൽ ഇറങ്ങി വന്നു. എനിക്ക് നിർത്താൻ കഴിയാൻ ഞാൻ മദ്യപാനവും പുകവലിയും ഒറ്റ രാത്രി കൊണ്ട് എന്നെ വിട്ടുമാറി. എനിക്ക് സമാധാനം കിട്ടി. ഇന്നും വീട്ടിൽ വഴക്കും അലോഹ്യമാണ്. ഒരു മുറിയിൽ ഒരു പെങ്ങൾ ഡയാലിസിസ് കിടക്കുന്നു, 2ാമത്തെ മുറിയിൽ അടുത്ത പെങ്ങൾ മെൻ്റലായിട്ട് കിടക്കുന്നു. എൻ്റെ അമ്മയ്ക്കും അതോടെ മെൻ്റൽ പ്രോബ്ലമായി. 3, 4 വല്യപ്പൻ തളർന്നു കിടക്കുന്നു. ആ വീട് ഇന്ന് ആ ദേശത്തെ ഏറ്റവും അനുഗ്രഹം നിറഞ്ഞ വീടാണ്. കോടികളുള്ള വീടുണ്ടെങ്കിലും, നിറയെ എയർ കണ്ടീഷൻ ഉണ്ടെങ്കിലും, വീടിന് ചുറ്റും കാറുണ്ടെങ്കിലും വീട് സ്വർഗമാകില്ല. ഒരു ചെറ്റക്കുടിലും അല്പം കഞ്ഞിയും, പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹമുണ്ടെങ്കിൽ ആ വീട് സ്വർഗമായിരിക്കും. ഹൗ ക്യാൻ യു ബിൽഡ് യുവർ ഹോം എ ഹെവൻ? ഞാൻ VBSലൊക്കെ കുഞ്ഞുനാളിൽ പഠിച്ചൊരു പാട്ടുണ്ട്, യേശു വന്ന വീട്. യേശു വന്ന വീട്ടിലെന്നും സന്തോഷമേ, യേശു വന്ന വീട്ടിലെന്നും സമാധാനമേ, യേശു വന്ന വീട്ടിലെന്നും ഇമ്പഗീതമേ, എന്നെന്നും ആനന്ദം. യേശു വീട്ടിൽ വരുമ്പോൾ ഭയം നീങ്ങിപ്പോ, യേശു വീട്ടിൽ വരുമ്പോൾ ദുഃഖം മാറിപ്പോ, യേശു വീട്ടിൽ വരുമ്പോൾ ക്ലേശം നീങ്ങിപ്പോ, എന്നെന്നും ആനന്ദമേ, നമുക്കെന്നെന്നും ആനന്ദമേ. എൻ്റെ ഡിഗ്രിയൊക്കെ തകർന്നു കിടക്കുകയായിരുന്നു. കർത്താവിൻ്റെ ജീവിതത്തിൽ വന്നതോടെ ജീവിതം മാറി. ഞാൻ പോസ്റ്റ് ഗ്രാജുവേറ്റായി. എൻ്റെ വീട്ടിലെ ഓരോ രോഗികളെയും കർത്താവ് തൊട്ടു സൗഖ്യമാക്കി. എൻ്റെ ഒരു സഹോദരി 18 വർഷം ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് സൗഖ്യമാകാഞ്ഞ സഹോദരി ഒരു മീറ്റിങ്ങിൽ വെച്ച് ദുരാത്മാവിളകി സൗഖ്യമായി. എൻ്റെ വീട്
ഒരു സ്വർഗഭവനമായി കർത്താവ് മാറ്റിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുക. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും, ആരെയും ഞാൻ എമൻലി ഫീസ്റ്റിലേക്ക് വിളിക്കാറില്ല. പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് യേശുവിനെ വിളിച്ചാൽ ആ വീട് ഒരു സ്വർഗമായി മാറ്റപ്പെടും. ഇൻവൈറ്റ് ജീസസ്. കാനാവിലെ കല്യാണത്തിന് അവർ യേശുവിനെ ക്ഷണിച്ചപ്പോൾ കുറവുകൾ തീർന്ന് അത് സ്വർഗമായി. കുഞ്ഞുങ്ങളെ, നിങ്ങൾ രണ്ടുപേരും വ്യക്തി ജീവിതത്തിൽ യേശുവിനെ വിളിച്ചു. മോനും മോൻ്റെ ബ്രദറും സുവിശേഷത്തിന് വേണ്ടി നിന്നതിനെക്കുറിച്ചറിയാം. ഈ മോളുടെ പപ്പ വർഷങ്ങളായി ഹെവൻലി ഫീസ്റ്റിൽ കോഴഞ്ചേരിയിൽ ആ ഉണർവിൽ നിന്നും മോളുമൊക്കെ കുഞ്ഞുനാൾ മുതൽ നിന്നറിയാം. അപ്പം നിങ്ങൾ യേശു വന്നതോടെ നിങ്ങളുടെ വ്യക്തി ജീവിതം സ്വർഗമായി, നിങ്ങളുടെ വീട് സ്വർഗമായി. പക്ഷേ കുടുംബജീവിതം സ്വർഗമാകണമെങ്കിൽ യേശു കാണിച്ച ഒരു മാർഗം നമ്മൾ സ്വീകരിക്കണം. ഇവിടെ ഞാൻ പറയാം, യേശു എന്ന മാർഗത്തിലൂടെ ഏതൊരു മഹാഭാവിക്ക് സ്വർഗത്തിൽ പോകാം. കുരിശിൽ കിടന്ന കള്ളൻ, വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ, യേശുവെ എന്ന് ഒറ്റ വിളി വിളിച്ചാൽ മതി. ഏത് മഹാഭാവിക്കും ഒന്ന് മാനസാന്തരപ്പെട്ടാൽ സ്വർഗത്തിൽ പോകാം. പക്ഷേ യേശു ഉള്ള പല വീടുകളിലും, ഞാൻ നടത്തിയ കല്യാണങ്ങളുള്ള പല വീടുകളിലും പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച ശുശ്രൂഷ ചെയ്യുന്ന ചിലരുടെ കുടുംബജീവിതത്തിൽ സമാധാനമില്ല. നമ്മളെ സൗദിയിലും വേറൊരിടത്തുമായിട്ടുണ്ടായിരുന്ന 2 കുഞ്ഞുങ്ങൾ, അവരുടെ കുടുംബജീവിതം വലിയ പ്രശ്നമായി. 2 പേരും അഭിഷേകം പ്രാപിച്ചവരാണ്, 2 പേരും ദൈവമക്കളാണ്, 2 പേരും ഇപ്പം മരിച്ച സ്വർഗത്തിലും പോവും. പക്ഷെ വീട്ടിൽ ഭാര്യയും ഭർത്താവും കൂടെ കൂടുമ്പോൾ വഴക്കാണ്. ഇവിടെ ഇരിക്കുന്ന പലരുടെയും ജീവിതം അത്ഭുതമാണ്. ഇവിടെ എനിക്ക് മുമ്പേ സംസാരിച്ച റജി ബ്രദറിൻ്റെ വൈഫ് ഇവിടെ ഇരിപ്പുണ്ട്. മരണത്തോട് മല്ലടിക്കുമ്പോൾ അന്ന് തങ്കു ബ്രദർ പ്രാർത്ഥിച്ച ഷീന സിസ്റ്റർ കർത്താവ് സൗഖ്യമാക്കി. 69 ചെക്ക് കേസുകളും 25 അറസ്റ്റ് വാറണ്ടുമായി കോട്ടയത്തെ അറിയപ്പെടുന്ന ഒരു സാനിറ്ററി ഷോപ്പിൻ്റെ ഉടമയായിരിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ ഒരു മീറ്റിങ്ങിൽ വെച്ച് സഹോദരി സൗഖ്യമാകുന്ന കണ്ടാണ് അദ്ദേഹം മദ്യത്തിന് കണ്ടമാനം അടിമയാൽ. 1 മിനിറ്റ് മദ്യപിക്കാതിരിക്കാനൊക്കില്ല. കൈ വിറയ്ക്കുന്ന രീതിയിലുള്ള മദ്യപാനം ഒരൊറ്റ ദിവസം കൊണ്ട് രൂപാന്തരപ്പെടും. ഒരു വീടെന്നും വഴക്കിൻ്റെ അലോഹ്യത്തിൻ്റെ ഒരു വീട് ഇന്നൊരു സ്വർഗഭവനമായി മാറ്റും. ആ കുഞ്ഞുങ്ങൾ ഡോക്ടേഴ്സായി രാജ്യങ്ങളിലായി ദൈവം അവരെല്ലാം അത്ഭുതകരമായി നടത്തി. മുഴുവൻ പണവും തകർന്നതാണ്. പക്ഷേ യേശു വന്നപ്പോൾ പൈസ അല്ല നമുക്ക് അടിസ്ഥാനം. യേശു ക്രിസ്തു വന്നിടത്ത് പൈസ വന്നോളും, നന്മ വന്നോളും, അനുഗ്രഹം വന്നോളും. അപ്പോൾ യേശു വന്നാൽ യേശു എന്ന വഴിയിലൂടെ നമുക്ക് സ്വർഗത്തിൽ പോകാം. പക്ഷേ യേശുവിൻ്റെ വഴിയിലൂടെ സ്വർഗം വീട്ടിൽ കൊണ്ടുവരാം. അതേതാണ് യേശുവിൻ്റെ വഴി? ഭർത്താവും ഭാര്യയും 2 പെർഫെക്റ്റ് ആൾക്കാർ തമ്മിലുള്ള ബന്ധമല്ല ഒരു അനുഗ്രഹീത കുടുംബജീവിതം. 2 ക്ഷമിക്കുന്നവർ തമ്മിലാണ്, 2 സ്നേഹിക്കുന്നവർ തമ്മിലാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. യേശു എന്ന വഴി ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഗിരിപ്രഭാഷണം വായിച്ച് ഗാന്ധിജി കണ്ടുപിടിച്ചു അക്രമരാഹിത്യം. നിങ്ങൾ സൈറ്റിൽ നോക്കിയാൽ മതി. അക്രമരാഹിത്യത്തിലൂടെ, ക്ഷമയിലൂടെ ഒരു രാഷ്ട്രത്തെ ഒരു വെടിവെക്കാതെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാമെന്ന് ഗാന്ധിജി ബൈബിളിൽ നിന്നാണ് ഉൾക്കൊണ്ടതെന്ന് നിങ്ങൾ വായിച്ചു നോക്കണം. അപ്പം അതേ അക്രമരാഹിത്യം വിട്ടുകൊടുക്കുന്ന, സ്നേഹിക്കുന്ന ഒരു മാർഗത്തിലൂടെ നമ്മുടെ വീടുകൾ സ്വർഗമാക്കാം. അപ്പം ആ മാർഗം, ക്രിസ്തുവിൻ്റെ മാർഗമാകുന്ന ക്ഷമ, ഒരു ഹിന്ദു കൊണ്ടുവന്നാലും മുസൽമാൻ കൊണ്ടുവന്നാലും ക്രിസ്തീയ വീട്ടിൽ കൊണ്ടുവന്നാലും വീട്ടിൽ സമാധാനം കാണും. പക്ഷെ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ സ്വർഗത്തിൽ പോകാനുള്ള മാർഗമായി ഗാന്ധിജി സ്വീകരിച്ചിരുന്നോ എന്ന് എനിക്കറിയില്ല. സ്വീകരിച്ചാൽ അവിടെ കാണും. ഒരൊറ്റ വഴിയേ ഉള്ളൂ സ്വർഗത്തിൽ പോകാൻ. അത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാണെന്ന് പറഞ്ഞ് യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ ഏത് മഹാഭാവിക്കും സ്വർഗത്തിൽ പോകാം. യേശുവിൻ്റെ ഏറ്റവും വലിയ ശുശ്രൂഷ വീടുകളായിരുന്നു, മറക്കരുത്. കർത്താവ് പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു വീട് ഒരുക്കാൻ പോകും. കർത്താവിനെക്കുറിച്ച് അബ്രഹാമിനോട് ദൈവം പറയാണ്, നിന്റെ പരമ്പരയിൽ പിറക്കാൻ പോകുന്ന ക്രിസ്തു മുഖേന ഐ വിൽ ബ്ലസ് ഓൾ ദ ഫാമിലീസ് ഓഫ് ദി എർത്ത്. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് വീടുകളെ സ്വർഗമാക്കാൻ. കർത്താവ് വരുമ്പോൾ ഏത് സമാധാനമില്ലാത്ത വീടും സ്വർഗമാകും. യേശുവിനെ സ്വീകരിക്കുന്ന ഏത് മഹാഭാവിയും സ്വർഗത്തിൽ പോകും. എന്നാൽ ആരാധനയുള്ള, സ്തുതിയുള്ള, സ്തോത്രമുള്ള, ഹല്ലേലൂയ പറയുന്ന, അഭിഷേകം പ്രാപിച്ച ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഇടയിൽ എന്തുകൊണ്ട് വഴക്ക്? എന്തുകൊണ്ട് അലോഹ്യം? എന്തുകൊണ്ട് അവർ കൂടുമ്പോൾ സ്വർഗമില്ല? അത് യേശുവിൻ്റെ മാർഗം കൊണ്ടുവരണം. അതാണ് നമ്മളിവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതൽ വായിക്കുകയാണ്. ചില വേദഭാഗങ്ങൾ വായിച്ച് അല്പം വിശദീകരണം തന്ന് ശുശ്രൂഷ വേഗത്തിൽ സമാപിക്കാം. വായിച്ചാട്ടെ, പ്രിൻസ് ബ്രദർ വായിച്ചാട്ടെ. ഭാര്യമാരെ,
കർത്താവിനെന്ന പോലെ. ഞാൻ സാധാരണ ഒരു ഭാര്യയും ഭർത്താവിനെയും കൊണ്ടാണ് ഇത് വായിപ്പിക്കുന്നത്. ഇവിടെ സമയച്ചുരുക്കം ഉള്ളതുകൊണ്ടാണ് ഈ ഭാര്യമാരെ എന്നുള്ള ഭാഗം ഇദ്ദേഹത്തിൻ്റെ പങ്കാളിയായിരുന്നു വായിക്കേണ്ടിയിരുന്നത്. ഇപ്പം നിങ്ങളതൊരു കളമൊഴി ശബ്ദമായിട്ടും കേട്ടോണേ. ഭാര്യമാരെ അങ്ങനെ ഒച്ച വായിക്കാമെങ്കിൽ ഒന്ന് മിമിക്രി പോലെ വായിച്ചാലും എനിക്ക് കുഴപ്പമില്ല. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ. കാരണം എന്നാന്നറിയോ, ഞാൻ ഭാര്യമാരെ കൊണ്ട് വായിപ്പിക്കാനൊരു കാര്യമാണ്. കാരണം ഈ ഭാര്യമാരുടെ ഭാഗം മിക്കവാറും ക്രൈസ്തവ ഭർത്താക്കന്മാർക്കറിയാം. വഴക്ക് പിടിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് തുറുപ്പ് ചീട്ടി പോലെ അടിക്കുന്ന ഈ ഭാഗം എടി കീഴ്പ്പെടണമെന്നാണെന്ന് അറിയാൻ മേലെ. പുള്ളിക്ക് വാക്കുമുട്ടിയപ്പം പറഞ്ഞതാ. അച്ഛൻ പറഞ്ഞു ഓർക്കുന്നില്ലേ, പാസ്റ്റർ പറഞ്ഞു ഓർക്കുന്നില്ലേ, കീഴ്പ്പെടണം. പക്ഷെ പുള്ളിക്കാരനൊരു 9 കാര്യം പറയുന്നു. ഭാര്യയ്ക്ക് ആകപ്പാടെ 2 കാര്യം പറഞ്ഞു. എന്നോടൊരു സന്തോഷം ഇപ്പം ഭാര്യമാർക്ക് തോന്നും. നിങ്ങളോട് 2 കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ ഭർത്താക്കന്മാരോടൊരു 9 കാര്യം പറഞ്ഞിട്ടുണ്ട്. അത് പോയി വായിക്കാൻ പറയണം കേട്ടോ, അടുത്ത വഴക്കിന്. ഓക്കെ, വഴക്ക് പിടിക്കരുത്. പിടിക്കുകയാണെങ്കിൽ പുതിയ വഴക്കെ പിടിക്കാവുള്ളൂ, പഴയ വഴക്ക് പിടിക്കരുതൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, വായിച്ചാട്ടെ. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും ക്രിസ്തു ശരീരത്തിനോട് പറഞ്ഞുതരാം. നിങ്ങൾ ഇന്ന് ടെൻഷനിലായിരിക്കുന്ന എനിക്കറിയാം. ഇത് കഴിഞ്ഞ് ഞാൻ നടത്തുന്നൊരു കല്യാണത്തിന് വരണേ, ഞാൻ വിളിച്ചിരിക്കുന്നു. സമാധാനമായിട്ട് വന്നിരുന്ന് കേൾക്കാവില്ല. ഇപ്പം എന്തെല്ലാം തലയിൽ കൂടെ പോകാമെന്ന് എനിക്കറിയാം. ഞാനും ഇങ്ങനെ ഇരുന്നതല്ലേ. ഓക്കെ, സ്തോത്രം. അപ്പം ഭാര്യമാരെ കർത്താവിന് സഭ കീഴ്പ്പെട്ടതുപോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുകയും. സ്വർഗം വരണേ മതി. അടുത്ത വാക്യം. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത്. ക്രിസ്തുവാണ് ശരീരമാകുന്ന സഭയുടെ ഹെഡ്ഷിപ്പ് എന്നതുപോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകും. ഭർത്താവിനാണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഹെഡ് ദൈവം വെച്ചത്. അത് കൊടുത്തേക്കണം. നിങ്ങൾ തുല്യരാണ്, പക്ഷേ ഹെഡ് അദ്ദേഹമാണ്. അതിനെക്കുറിച്ചും പറയാം. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്ന പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. അതിപ്പോൾ എന്തിനാ കീഴ്പ്പെടുന്നത്? എൻ്റെ ബന്ധത്തിൽ 3 പിള്ളേരുള്ളൊരു വീടുണ്ട് അമേരിക്കയിൽ. 3 പെൺപിള്ളേർ ആണ്, കല്യാണം കഴിച്ചിട്ടില്ല. 40 വയസ്സും 45 വയസ്സായി 3 ഫ്ലാറ്റിൽ താമസിക്കുക. എന്തിനാണ് കല്യാണം കഴിയും? എന്തിനാ കൊച്ചിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? കഷ്ടപ്പെടേണ്ട കാര്യമല്ലോ ഉണ്ട്. അവരുടെ അമ്മ ഇതും കൂടെ ചിന്തിക്കാഞ്ഞതുകൊണ്ട് അവരിപ്പം ഭൂമിയിലുള്ളത്. വേറെ പറയുന്നത് ആണ് പെണ്ണിനെ കെട്ടണോത്ര നിർബന്ധം തന്നെ. കൊച്ചുങ്ങളുണ്ടായില്ലേ ഇപ്പം എന്നെ കുഴപ്പം. ഈ കൊച്ചുങ്ങളുണ്ടാകാത്തവർക്കും പ്രായമാകുമ്പം എല്ലാവരുടെയും കൊച്ചുങ്ങൾ വന്ന് ഇവരെ നോക്കിക്കണം. മനസ്സിലായോ? അപ്പോൾ ഇപ്പം അവർ പറയുന്നത് ഞങ്ങൾക്കും ഇപ്പോൾ സൗകര്യം ഇല്ലല്ലോ, കൊച്ചുങ്ങളുണ്ടായൊക്കത്തുള്ളൂ. മാൽത്തൂസൻ തിയറി എന്ന തിയറിയാണ്, ഒരു മാൽത്തൂസ് പാതിരി കണ്ടുപിടിച്ചൊരു തിയറിയാണ് കുടുംബാസൂത്രണം. അയ്യോ, ഭൂമി കൊച്ചായിക്കൊണ്ടിരിക്കുകയാണ്, ജനം പെരുകിയാൽ ഇവിടെ കഞ്ഞി മുട്ടും. അതുകൊണ്ട് നാം 2 നമുക്ക് 2. പിന്നെ അത് ചൈനയിലൊക്കെ നാം 2 നമുക്ക് 1ആയി. അപ്പം വന്ന് ചൈനയിൽ കളവന്മാർ മാത്രമേ ഉള്ളൂ. ലോകത്തിലെ ഏറ്റവും യങ്ങസ്റ്റ് നേഷൻ ഇന്ത്യയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അവിടെ പ്രായമുള്ളവരെ കൊണ്ട് നിറയുക, പിള്ളേരില്ല. മാൽത്തൂസൻ തിയറിയൊക്കെ തട്ടിപ്പോയി. ഈ വചനം തട്ടിപ്പോയില്ല. ഡെയിലി വീട്ടിലൊന്ന് വായിക്കുന്നല്ല ഇത് കേട്ടോ. നിങ്ങൾ വർദ്ധിച്ച് പെരുകി ഭൂമിയെ നിറഞ്ഞ് കീഴടക്കുവിൻ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ധാരാളം പിള്ളേരുണ്ടാകട്ടെ ക്രിസ്ത്യാനിക്കൊക്കെ. മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ പിള്ളേർ. മേശയുടെ വലിപ്പമൊക്കെ നിങ്ങൾ തീരുമാനിച്ചോണം. ഇഷ്ടം പോലെ പിള്ളേരുണ്ടാകട്ടെ. അതിനൊക്കെ ഇഷ്ടം പോലെ കർത്താവ് കൊടുത്തോളും. നമ്മുടെ ഒരു നവീന പരിപാടികളൊന്നും വിജയിക്കില്ല. ഇന്ന് ചൈന പറഞ്ഞിരിക്കുകയാണ്, നമുക്ക് തെറ്റിപ്പോയി. ഹ്യൂമൻ റിസോഴ്സാണ് ഏറ്റവും വലിയ റിസോഴ്സ്. അവരെ തിരുത്തി കേട്ടോ. ഇതൊരിക്കലും മാറത്തില്ല. ഈ വചനം മാറാത്തതിനായി നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഒരിക്കലും മാറില്ല. ഈ വചനം ജീവിതത്തിൽ കൊണ്ടുവന്നു. അതുകൊണ്ടാണ് മത്തായി സുവിശേഷത്തിൽ ഈ ഗിരിപ്രഭാഷണത്തിൻ്റെ ഒടുവിൽ കർത്താവ് പറയാം, എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ വീട് പാറയിൽ പണിതുപോലെ ഇരിക്കും. എൻ്റെ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവൻ മണലെ കൊണ്ട് പണിതുപോലെ ഇരിക്കും. കാറ്റടിച്ചു, തിരമാല അടിച്ചു, പാറ പണിത വീട് അവിടെ നിന്നു, മണലെ പണിത വീട് തകർന്നു പോയി. മണലെ പണിതാലൊരു ഗുണമുണ്ട്. ഈ അടിത്തറയ്ക്കിടുന്ന പൈസയും കൂടെ മണലെ പണിത വീടിന് ഇൻറ്റീരിയറിനൊക്കെ മുടക്കാം. നല്ല അടിപൊളി വീട് പണിയും. 2 വീട് അടുത്തുണ്ടായിരുന്നു. പക്ഷെ തിരമാല അടിച്ചു കഴിഞ്ഞപ്പോൾ, തിരമാല അടിക്കുന്നൊരു 3-4 കുടുംബങ്ങളെ ഞാനിപ്പോൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പം വീഴുമെന്ന മട്ടിലിരിക്കുക. കാരണം മണലെ പണിതിരിക്കുക.
ഏതാ മണല്? ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവെ പാറ നിന്റെ വചനാണ്, മണൽ എന്താന്ന് ചോദിച്ചു. ഞാൻ കേട്ടതാ. കർത്താവ് പറഞ്ഞു, പാറ മനുഷ്യൻ്റെ അഭിപ്രായമാണ്. അതുകൊണ്ടാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാരോട് യേശു ചോദിക്കുകയാണ്, മനുഷ്യരെന്നെക്കുറിച്ച് എന്ത് പറയുന്നു, നിങ്ങളെന്ത് പറയുന്നു എന്ന് പറയുന്നു. ഇതാണ് പാറ. എൻ്റെ പിതാവ് വെളിപ്പെടുത്തിയില്ലേ, അതാണ് പാറ. മനുഷ്യൻ്റെ അഭിപ്രായമാണ്. ആണിനെ കെട്ടുക, പെണ്ണിനെ കെട്ടുക. ഇതെല്ലാം ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തകരും. എന്നാൽ ഈ വചനത്തിന്മേൽ പണിയാൻ ഇഷ്ടമുള്ളവർ, ഇവിടെ ഹിന്ദു, ക്രിസ്ത്യാനി, മുസൽമാൻ, സ്തോത്രം, ഹെവൻലി ഫീസ്റ്റ്, ബെന്തിക്കോസ്, മർത്തോമ ഒന്നും വിഷയമല്ല. ബിൽഡ്. ഇത് നിങ്ങളുടെ സൃഷ്ടിതാവ്. നമ്മുടെ എൻ്റെ ഈ മൈക്കിൻ്റെ കൂടെ ഒരു പുസ്തകം കിട്ടും. ആ പുസ്തകം നോക്കി വായിച്ചത് ഉപയോഗിച്ചാൽ ദീർഘകാലം ഉപയോഗിക്കാം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ്റെ നിർമ്മിതാവ്, ഓണേഴ്സ് മാനുവലാണിത്. നമ്മളെ നിർമ്മിച്ച നിർമ്മിതാവാം ദൈവം നമുക്കെങ്ങനെ സുഖകരമായി ഈ ഭൂമിയിൽ ജീവിക്കാം, മറ്റുള്ളവർക്ക് ശല്യം ഉണ്ടാകാതെ നമുക്കെങ്ങനെ ജീവിക്കാം, നമ്മുടെ ജീവിതം എങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കാം, എങ്ങനെ സ്വർഗത്തിൽ പോകാം, ഇതെല്ലാം ഇതിനകത്തുണ്ട്. ഈ പുസ്തകം എന്നും വീട്ടിൽ വായിക്കണം. ഞങ്ങളുടെ വീട്ടിൽ വായിക്കത്തേ ഇല്ലായിരുന്നു. 84 ഞാൻ വായന തുടങ്ങിയത്. ഇന്ന് വന്ന വഴിക്ക് ഓഡിയോ ബൈബിൾ കേട്ടോണ്ടാണ് ഇവിടെ വരെ വന്ന്. അല്ലേ കുര്യൻ ബ്രദറെ? സ്തോത്രം. നന്നായിട്ട് പോകണമെന്നൊരു ചിന്തയുണ്ട്. ഇപ്പോഴും നന്നായിട്ടില്ല. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കണം, ഒന്ന് ശരിയായി വന്നാൽ കൊള്ളാവുന്നുണ്ട്. ഒന്ന് വായിച്ചാട്ട് സ്തോത്രം. അതാണ് ഭാര്യമാരെ കീഴ്പ്പെട്ടിരിപ്പീൻ, അദ്ദേഹം ശിരസ്സാണെന്നറിയുവിൻ. ഇനി ഭർത്താക്കന്മാരെ എന്നുള്ള ഭാഗം ഒന്ന് വായിച്ചേ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയുടെ പർവ്വത ശബ്ദത്തിൽ വായിച്ചാലും കുഴപ്പമില്ല. വായിച്ചാട്ടെ. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പീൻ. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ പിന്നെ വായിക്കാം. അവിടെ വരുമ്പോൾ മൈക്കെടുത്ത് വേണമെന്ന് വായിച്ചോണം, സമയം ലാഭിക്കാൻ വേണ്ടി. എല്ലാവരും എൻ്റെ കൂടെ എന്ന് പറഞ്ഞ സ്നേഹം. ഒന്നുകൂടെ പറഞ്ഞേ. മോനെ, മോളെ, ദർ ഇസ് നോ പെർഫെക്റ്റ് ഹസ്ബൻഡ്, ദർ ഇസ് നോ പെർഫെക്റ്റ് വൈഫ്. ഇന്ന് വരെ നിങ്ങൾക്കുണ്ടായിരുന്നതാണ് ഇഷ്ടം. ഇഷ്ടപ്പെട്ടേ കല്യാണം കഴിക്കാവൂ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ എൻ്റെ താല്പര്യങ്ങൾ. ഇന്ന് വരെ നിങ്ങൾ നിങ്ങളുടെ താല്പര്യം നോക്കിയേ. ജോലി കൊള്ളാവോ, പൈസ ഉണ്ടോ, സൗന്ദര്യം എങ്ങനെയുണ്ട്, വീട്ടുകാരെങ്ങനെയുണ്ട്, ആത്മീയം, എല്ലാം എനിക്ക് വേണ്ടിയാണ്. പക്ഷെ ഇന്ന് തുടങ്ങുന്നതാണ് സ്നേഹം. അത് ക്രിസ്തുവിൽ മാത്രമുള്ളത് ആ സ്നേഹം, ദൈവത്തിൽ മാത്രമുള്ള ആ സ്നേഹം. അത് ഇങ്ങോട്ടൊന്നില്ലാതെ, വ്യവസ്ഥയില്ലാതെ അങ്ങോട്ട് കൊടുക്കുന്ന, ചേർന്ന് കർത്താവിനെ സ്തുതിക്കും. ഇനി ബൈബിളിൽ പറയുന്ന ഗ്രീക്ക് പദം അഗപ്പെ, അൺകണ്ടീഷണൽ ലവ്. ലോകത്തിലെ എല്ലാ കോൺട്രാക്ട്, വിചാരം മാരേജ് ഒരു കോൺട്രാക്റ്റാണ്. കോൺട്രാക്ട്, ഈ കെട്ടിടം കോൺട്രാക്ട് കൊടുത്തപ്പോൾ സ്നേഹമൊന്നുമില്ല. മോശ, യഹോവയാം ദൈവവും പഴയ നിയമത്തിലെ കോൺട്രാക്റ്റാണ്. നീ ഇതെല്ലാം ചെയ്താൽ ഇന്നതെല്ലാം തരാം, ചെയ്താൽ ആലുകെളുത്ത് നിൽക്കുക ഇഷ്ടം പോലെ. ഇറ്റ്സ് കണ്ടീഷണൽ. അവിടെ സ്നേഹമില്ല. എന്നാൽ പുതിയ ഉടമ്പടിയിൽ യേശു വന്നപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റാഞ്ഞതിൻ്റെ എല്ലാം ശിക്ഷ എനിക്ക്. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ, ഞാൻ ചെയ്തതിൻ്റെ എല്ലാം നന്മ നിനക്ക്. അതാണ് ജീസസ്. ആ മാർഗം വീട്ടിൽ കൊണ്ടുവന്നാൽ ഇന്ന് നിങ്ങൾ തമ്മിലൊരു ഉടമ്പടി പറയും. അത് കോൺട്രാക്റ്റ് അല്ല, അത് ലവ് കവനൻ്റാണ്. നീ ഇന്നതൊക്കെ ചെയ്തില്ലെങ്കിലും സ്റ്റിൽ ഐ വിൽ ലവ് യു. അപ്പം ഇന്ന് വരെ ഇഷ്ടമായിരുന്നു, ഇന്ന് തുടങ്ങുന്നതാണ് സ്നേഹം. ഫേസ്ബുക്കിലൊക്കെ ലൈക്ക് കാണാൻ മേലെ, ഒരു ചെറിയ കാര്യം നമ്മൾ തിരിച്ചിടും, ഡിസ്ലൈക്ക് അടിക്കും. പക്ഷെ വേറൊന്നുണ്ട്, ലവ്. തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ഒരുപോലെ ഇരിക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളവളാണ് അമ്മ, പ്രത്യേകിച്ച് നേഴ്സിംഗ് മദർ. പാല് കൊടുക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ചുറ്റുമായിരിക്കും അമ്മയുടെ ജീവിതം മൊത്തം. ഇവിടെ ഇരിക്കുന്ന അമ്മമാർക്കറിയാം, ആ അമ്മ കൈവിട്ടാലും ഞാൻ കൈവിടത്തില്ലെന്നാണ് ആ സ്നേഹം. അൺകണ്ടീഷണൽ. അമ്മയൊന്നും കഴിക്കില്ല കുഞ്ഞിനു വേണ്ടി. അമ്മയുടെ സ്നേഹം. ഒരു താന്തോന്നിയായ മകൻ അമ്മയ്ക്കിട്ടൊരെണ്ണം കൊടുത്താലും അമ്മയുടെ പ്രശ്നം തൻ്റെ വേദനയല്ല, എൻ്റെ മോൻ്റെ കൈക്ക് വേദന എടുത്തോണ്ട്. അത് ദൈവത്തിലെ സ്നേഹം. ദൈവം സ്നേഹമാവുന്നു. ആ സ്നേഹത്തിലെ നിറങ്ങളാണ് മാതൃത്വം, പിതൃത്വം, സാഹോദര്യം, താഴ്മ. ദൈവത്തിലെ ഗുണങ്ങളാണ്. പ്രസം എടുത്ത്
ലൈറ്റിൻ്റെ നേരെ വെച്ചാൽ 7 നിറങ്ങൾ വരുന്ന പോലെ ദൈവത്തിൻ്റെ ധവളപ്രകാശം ക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതാ നിറങ്ങളാണ് സ്നേഹം. മനുഷ്യൻ്റെ കാല് വേണ കഴുകുന്ന താഴ്മ ദൈവത്തിലുണ്ട് കേട്ടോ. ഒരു ഹല്ലേലൂയ പറഞ്ഞാൽ തന്നെ ഉപദ്രവിക്കുന്നവർക്കുണ്ട് ജീവൻ കൊടുക്കുന്ന സ്നേഹം. ഞാൻ കർത്താവിനെ തള്ളിപ്പറഞ്ഞ ഒരുത്തനാകട്ടെ, പത്രോസിനെ പോലെ. എനിക്ക് കർത്താവ് തന്നൊരു പാട്ടുണ്ട്, നിങ്ങൾ യൂട്യൂബിലൊക്കെ നോക്കിയാൽ കേൾക്കും. ഞാൻ പത്രോസായിക്കൊണ്ട് പാടിയതാണ്. തള്ളിപ്പറഞ്ഞപ്പോഴും തള്ളിക്കളഞ്ഞതില്ല എന്നെ നീ, ചൂടുള്ളൊരപ്പവും കുളിരിനാ ചൂടും പകർന്നു തന്നു എന്നിൽ നീ. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ഇത്രമേൽ ഇത്രമേൽ എന്നെ സ്നേഹിച്ചു, ഇതെത്രയും വിചിത്രമേ സുരക്ഷക. എത്ര ദൂരം നിന്നെ വിട്ടോടി ഞാൻ, അത്ര നേരം കാത്തു നിന്നെന്നെ നീ. ആ സ്നേഹമായ യേശു, യേശുവിനെ സ്വീകരിച്ചവരാ നിങ്ങൾ രണ്ടും. ഇന്ന് തുടങ്ങുന്നതാണ് ലവ്. സ്നേഹം ഇഷ്ടം നിറം നോക്കും, സൗന്ദര്യം നോക്കും, ബാക്കിയെല്ലാം നോക്കും. പക്ഷെ നിറം കുറയുമ്പോഴും പല്ല് കൊഴിയുമ്പോഴും വർദ്ധിച്ചു വരുന്നതാണ് സ്നേഹം. സ്നേഹം എനിക്കെന്ന് അല്ല, ഇഷ്ടം എനിക്ക് എൻ്റേതെന്ന്, സ്നേഹം എനിക്കില്ലേലും നിനക്കെന്ന്. മോക്ക് ചോറിച്ചിട്ട് വേകുന്നതാണ് ഇഷ്ടം, എനിക്കറിയത്തില്ല. മോൻ അത്രയും വേകാത്തതാണ് ഇഷ്ടം. മോൾ ആദ്യം ഉണ്ടാക്കൊണ്ട് വന്ന ചോറ് മോൻ ഇഷ്ടപ്പെട്ടില്ലെന്നിരിക്കട്ടെ. ഇതെന്തോന്നാടിയെന്ന് ചോദിച്ചാൽ കുടുംബജീവിതം ഇന്ന് തന്നെ താളപ്പിഴയാവും. അതിന് പകരം പാടേണ്ട ഒരു പാട്ട് ലാലപ്പം ബ്രദർ പഠിപ്പിക്കും. മോൻ അറിയാവുന്ന പാട്ട് ആ താടിയിലോട്ട് പിടിച്ചിട്ട്, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ. ഇതല്ലേ യേശുവിനോട് നമ്മൾ പാടുന്നു. അങ്ങനത്തെ തമ്മിൽ പാടിയാണ്. അല്ല ക്രിസ്തു സഭയായിട്ടുള്ള ബന്ധം. തിരിച്ചും ഈയിടെ നടന്ന കല്യാണം കഴിച്ച പിള്ളേർക്കെല്ലാം താടി മീശയുണ്ട്. അതിലോട്ടൊന്ന് പിടിച്ചുകൊണ്ട്, എൻ്റെ ഇഷ്ടം ഒന്നും വേണ്ട പ്രിയേ. നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് കൊണ്ടുവന്ന് നോക്കി. നിന്റെ പേഴ്സ് എൻ്റെ പേഴ്സ് മാറ്റിക്കോ. ഒന്ന് വിശ്വസിച്ചേ ആദ്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞു നിങ്ങളുടെ വീട് സ്വർഗമാവും. അല്ലെങ്കിൽ ഒരു ലോഡ്ജിൽ കഴിയുന്ന പോലെ കഴിയാം. അല്ല, ഇവിടെ ക്രിസ്തു ഇവിടെ മതമൊന്നും സ്ഥാപിച്ചില്ല, ഒരു ജീവിത ശൈലി മാർഗം. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളെ മാർഗം കൂടി വരുന്നത്. എ ന്യൂ വേ ഓഫ് ലൈഫ്, സ്നേഹത്തിൻ്റെ മാർഗം. ആ മാർഗം നമ്മുടെ വീട്ടിലോട്ട് വരട്ടെ, സഭയ്ക്കകത്ത് വരട്ടെ. സഭയിലെ തല്ലുമാറും. പാസ്റ്റർമാർ തമ്മിൽ പിന്നെ കോടതി കയറുകയല്ല, അച്ഛന്മാർ തമ്മിൽ കോടതി കയറുകയല്ല. അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് ആദ്യം ഉണർവിലേക്ക് മടങ്ങി വരും. അതാണ് യേശുവിൻ്റെ സ്നേഹം. ആ സ്നേഹം മോനെ, there is no perfect husband, there is no perfect wife. ക്രിസോസ്റ്റം തിരുമേനി പറഞ്ഞ ബലിത രൂപത്തിൽ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ തിരുമേനിയുടെ അടുക്കൽ ഒരു അപ്പൻ പറഞ്ഞു, ഞങ്ങളുടെ മോന് വിവാഹപ്രായമായി. തിരുമേനി പലയിടത്ത് പോകുന്നല്ലോ, അല്ലെ പെങ്കൊച്ചുങ്ങളെല്ലാം കിട്ടുകയാണെ പറയണം. തിരുമേനി വെച്ചാട്ടെ നിങ്ങളുടെ ഡിമാൻഡ്സൊക്കെ എന്തുവാ? ഉടനെ പയ്യൻ്റെ അപ്പം പറഞ്ഞു, തിരുമേനി ആ ഡിഗ്രി വേണം, ഇത് വേണം, അത് വേണം. ഒരു 10-20 ഗുണഗണങ്ങൾ പറഞ്ഞപ്പോൾ തിരുമേനി പറഞ്ഞു, എൻ്റെ പൊന്ന് സഹോദര, ഇത്രയും ഗുണഗണങ്ങളുള്ളൊരു പെൺകുട്ടി ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നേ ഞാൻ ഈ കുപ്പായി ഇടാൻ പോവായിരുന്നു. അങ്ങനെ ഒരാളില്ല. നിങ്ങൾ ചിരിച്ചല്ലോ, കുറച്ചുകൂടെ ചിരിക്കുന്ന എനിക്കുണ്ടായൊരു അനുഭവം പറയാം. ഞാൻ കോട്ടയത്തെ MLV സ്റ്റെൻഡിൽ നിൽക്കുമ്പോൾ ഒരു അപ്പച്ചനും അമ്മച്ചും എൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വരിക. കൊച്ചുമക്കൾക്ക് വേണ്ടി ഇവരെ പ്രാർത്ഥിക്കണം. 2 പേർക്കോ 80 വയസ്സിന് മുകളിൽ പല്ല് 2 പേരുടെയും വായിലില്ല. ആ പ്രാർത്ഥനയെല്ലാം പറഞ്ഞു വെച്ചാൽ അമ്മച്ചിയെ മാറ്റി നിർത്തിയിട്ട് അപ്പച്ചൻ എൻ്റെ അടുത്ത് വന്നു ഇതുപോലെ പറഞ്ഞു കേട്ടോ, മോനെ പ്രത്യേകം ഒന്ന് പ്രാർത്ഥിച്ചോണം. എന്ന് ചോദിച്ചാൽ എന്തുവാ? ഞങ്ങൾ തമ്മിൽ മിക്കവാറും വഴക്കാം. 80-85 കൂടെ ഡെയിലി അടിയാണ്.
അടുത്തത് കേട്ട് നിങ്ങൾ ഒന്നുകൂടെ ചിരിക്കും. അമ്മച്ചി ഇങ്ങനെ പതുക്കെ നോക്കിയിട്ട്, ഞാനതിന് BP എന്നാണ് പറഞ്ഞ, ഭാര്യയെ പേടി. എൻ്റെ അടുത്ത് രഹസ്യത്തിൽ പറയാം, ഇവളെ അല്ലായിരുന്നു ഞാൻ കെട്ടാനിരുന്നേന്ന്. ഈയിടെ PG വർഗീസ് അങ്കിൾ എൻ്റെ വീട്ടിൽ വന്നു. എൻ്റെ പകലത്തെ പ്രോഗ്രാം കിടപ്പുണ്ട്, നിങ്ങൾ കാണണം എന്നായിരുന്നു കഴിഞ്ഞ ദിവസം, 3-4 ദിവസം മുമ്പ്. കുടുംബജീവിതത്തെക്കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിത പങ്കാളിയെ ലില്ലിയെ ഇഷ്ടപ്പെടാതെയാണ് കെട്ടിയത്. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, പൊക്കം കൊണ്ട് മാറ്റം അന്ന് വീട്ടുകാരല്ലേ പറയുന്നത്. പക്ഷേ യേശുവിനെ അറിഞ്ഞു വന്നവരെ ഞങ്ങളുടെ വീട്ടിൽ വഴക്കായിരുന്നു. ഞാനൊരു പട്ടാളക്കാരനായിരുന്നു. എന്നാൽ യേശുവിനെ കണ്ടപ്പോൾ യേശു എന്നെ സ്നേഹിച്ച പോലെ ഞാൻ ലില്ലിയെ സ്നേഹിക്കാൻ തുടങ്ങി, ലില്ലി എന്നെ സ്നേഹിക്കാൻ തുടങ്ങി. ഇന്നെൻ്റെ വീടൊരു സ്വർഗമാണ്. ചേർന്ന് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അതാണ് സ്നേഹം. ആ സ്നേഹം ഭർത്താവിൽ വരുന്നതാണ് സാക്രിഫൈസ്. അതിൻ്റെ അടുത്ത ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ അവളെ, ക്രിസ്തു സഭയെ വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി. ചില സഭകൾ എനിക്ക് തോന്നുന്നു വിചാരിപ്പം ഞങ്ങളൊക്കെ നിർമ്മല കന്യകയെന്ന്. ഒരു സഭയെ നിർമ്മല കന്യകയൊന്നും ആയിട്ടില്ല. രക്ഷിക്കപ്പെട്ടു, ദൈവകൃപയെ വന്നു, സ്തോത്രം. ഓരോ ആഴ്ചയിലും ഈ വചനമാ വെള്ളം. അവൻ അവളെ, ക്രിസ്തു സഭയാകുന്ന മണവാട്ടിയെ, നമ്മൾ ആരിലും പെർഫെക്റ്റ് ആയോ? ഇല്ലല്ലോ. ഓരോ ദിവസവും വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി താൻ ഇച്ഛിക്കുന്ന മണവാട്ടിയാക്കി നിർത്താൻ ഇതുവരെ ഒരു സഭയായിട്ടില്ല. വിവാഹ നിശ്ചയം നടന്നിട്ടേ ഉള്ളൂ, കല്യാണം നടക്കാൻ പോകുന്നേ ഉള്ളൂ. യേശു മണവാളൻ നമ്മെ ചേർക്കുവാ മധ്യവാനിൽ വെളിപ്പെടും. എന്നാ കല്യാണം. പൗലൂസ് പറഞ്ഞ കല്യാണം നിശ്ചയമേ നടന്നിട്ടുള്ളൂ. ഞങ്ങളൊക്കെ ആരാ? ദല്ലാളന്മാരാ. നല്ലൊരു ചെറുക്കനുണ്ട് കേട്ടോ, നിത്യമണവാളനുണ്ടെന്നൊക്കെ പ്രസംഗിക്കുക TV യിലൊക്കെ ഇരുന്ന്. അതാണ് സ്തോത്രം, നമ്മുടെ സ്തോത്രം KV സൈമൺ സാറ് പാടിയ പാട്ട്. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. അതാണ് നാഗൽ സാഹിബ് പാടിയത്. യേശുവേ നിന്റെ രൂപമീ എൻ്റെ കണ്ണുകൾക്കെത്ര സൗന്ദര്യം. ആ ഡാവിഞ്ചി വരച്ച പടത്തിലെ ആ താടി മീശ അല്ല സൗന്ദര്യം. സ്വത്രം ദാസനെ പോലെ സേവ ചെയ്യുന്ന, ജീവൻ കൊടുക്കുന്ന, ഉള്ളിലെ സൗന്ദര്യം കൊണ്ട് നിറഞ്ഞ യേശു. അതുപോലെ ഉള്ളിലെ സൗന്ദര്യമുള്ളൊരു പെണ്ണിനെ കെട്ടാൻ വരുന്നുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞു. അതാണ് അവൻ അവളെ വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി. കറ, ചുളുക്കം, അകത്തെ വളവും പുളവും വേണ്ടാതീനൊക്കെ മാറ്റി തൻ്റെ കൂടെ നിർത്താൻ കൊള്ളാവുന്നൊരു മണവാട്ടിയെ കെട്ടാൻ യേശു വരുന്നു. ദൈവദാസന്മാരെ അതാ സഭയെ പ്രസംഗിക്കേണ്ടത്. ഓരോരുത്തരെയും ക്രിസ്തു സമാനരായി, ക്രിസ്തുവിന് കൊള്ളാവുന്ന മണവാട്ടിയായി. അവൻ്റെ ഇവിടെ നോക്കിയേ, ഈ മണവാളനും മണവാട്ടി അടിപൊളിയായിട്ട് ഒരുങ്ങി. ഒരു കൈയൊന്നടിച്ചത് മോൾ അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ, മഹത്വമെല്ലാം ബ്യൂട്ടി പാർലറുകാർക്ക്. എന്നാൽ മോൻ വേണം എന്ത് ചെയ്യാൻ, ഡെയിലി നിന്റെ സ്നേഹം കൊണ്ട് ആ മോളുടെ ഉള്ളത്തെ. ഒരു ദിവസം കൊണ്ട് പെർഫെക്റ്റ് ആളെ കിട്ടത്തില്ല. ക്രിസ്തുവിന് ഒരു ദിവസം കൊണ്ട് പെർഫെക്റ്റ് സഭയെ കിട്ടത്തില്ല. വീണ്ടും ക്ഷമിച്ച്, വീണ്ടും പുറകെ വന്ന്, വീണ്ടും അപ്പവും മീഞ്ഞും കൊടുത്ത്, തെറ്റിപ്പോകുമ്പോൾ നമ്മളെ കയ്യിൽ താങ്ങി ഓരോ ദിവസവും ഇവിടെ വരെ നിർത്തിയതിനായിട്ട് ഹല്ലേലൂയ പറഞ്ഞാട്ട്. ആ സ്നേഹം കണ്ടാൽ പിന്നെ നമുക്ക് പാപം ചെയ്യാനൊക്കത്തില്ല. നിയമം കണ്ടിട്ടോ കല്ലേറ് കൊണ്ടിട്ടോ അല്ല, പാസ്റ്റർ വഴക്ക് പറയുന്നുകൊണ്ടല്ല. സ്വത്രം. എനിക്ക് കർത്താവ് തന്നൊരു പാട്ടുണ്ട്. ആ കണ്ണിൽ നോക്കിയാൽ നാം പാപം ചെയ്യില്ല, ആ മുഖം കണ്ടാലോ നാം ശോഭിതരാകും. തിരിഞ്ഞൊന്നു നോക്കിടും നാം തള്ളിപ്പറഞ്ഞ വീണ്ടും പൊട്ടിക്കരയും ഒട്ടിച്ചേരും പത്രോസെ പോൽ നാം. പത്രോസിനെ കർത്താവ് തള്ളിക്കളഞ്ഞില്ല. തിരിഞ്ഞൊന്ന് നോക്കി, നിന്റെ നോട്ടം മതി, സ്നേഹത്തിൻ്റെ നോട്ടം മതി. ഭർത്താവെ, നിന്റെ ഭാര്യ അനുഗ്രഹിക്കപ്പെടും. ഭാര്യ, നിന്റെ സ്നേഹത്തിൻ്റെ നോട്ടം മതി. അതിനുവേണ്ടി കർത്താവ് എന്ത് ചെയ്തു? അവൻ അവളെ വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകി താൻ ഇച്ഛിക്കുന്ന നിലയിലാക്കാൻ വേണ്ടി ഹി സാക്രിഫൈസ്ഡ് ഓൺ ദ ക്രോസ്. ഒരു വെള്ളം പൊട്ടിപ്പുറപ്പെടാൻ. അതാണ് കുത്തിയപ്പോൾ എന്ത് ചെയ്തു? അതാണ് ഈ പുതിയ ഉടമ്പടി. പഴയ നിയമവചനം അല്ല, സങ്കീർത്തനം അല്ല, പ്രവാചക പുസ്തകങ്ങളല്ല, ലേഖനങ്ങളിൽ വെളിപ്പെട്ട സ്നേഹത്തിൻ്റെ വചനം സഭയ്ക്കകത്ത് പ്രസംഗിക്കുമ്പോൾ മനുഷ്യർക്ക് രൂപാന്തരം വരും. അതിനുവേണ്ടി കർത്താവ് എന്ത് ചെയ്തു? പിളർന്ന ഒരു പാറയായി. മനോഹരമായൊരു പാട്ടുണ്ട്. പിളർന്നോരു പാറയെ നിന്നിൽ ഞാൻ പറയട്ടെ, തുറന്ന നിൻ ചങ്കിലേ രക്തം ജലം
പാപത്തെ നീക്കി സുഖം നൽകട്ടെ. പരിശുദ്ധാത്മാവുള്ള യേശുവിന്റെ സ്നേഹം പറഞ്ഞൊരു വിശ്വാസി പാപം ചെയ്യാത്തത് നരകത്തിൽ പോകുന്നത് പേടിച്ചല്ല, പുഴുവിന്റെ കടിയുടെ വേദന പേടിച്ചല്ല, നാട്ടുകാർ കല്ലെറിയുമെന്നും സഭക്കാർ മുടക്കുമെന്നും പേടിച്ചല്ല. അവൻ്റെ കണ്ണിൽ നോക്കിയാൽ, ആ മുറിവുകൾ കണ്ടാൽ പിന്നെ പാപം ചെയ്യില്ല. ഇത് വേണം കുടുംബത്തിൽ, ക്രിസ്തു സഭയുമായിട്ടുള്ള ബന്ധം. നീ സ്നേഹിക്കും തോറും നിന്റെ ജീവിത പങ്കാളി നന്മയായിട്ടും. ആ സ്നേഹം ഭർത്താവിൽ വ്യാപരിക്കുന്നതാണ് സാക്രിഫൈസ്. നമ്മളെ നന്നാക്കാൻ വേണ്ടി യേശു കല്ലെടുത്ത് മോശയെ പോലെ നമുക്കിട്ട് എറിഞ്ഞില്ല. മോശ ലോ കൊണ്ടുവന്നു, യേശു ലവ് കൊണ്ടുവന്നു. യേശു തൻ്റെ ചങ്കുകൾ മുറിവ്. സോ നാളെ ഈ മോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല, പക്ഷെ ഒരു പെർഫെക്റ്റ് ഭാര്യ അകത്തിരിപ്പുണ്ട്. നാളെ അവൾക്കൊരു പെശക് പറ്റുമ്പോൾ നോ പ്രോബ്ലം, ഐ സ്റ്റിൽ ലവ് യു, യു ക്യാൻ ഡു ഇറ്റ് ബെറ്റർ നെക്സ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ അവളിലെ അനുഗ്രഹീതയായ വുമൺ വെളിയിൽ വരും. യേശു മോനെ സ്നേഹിക്കുന്നവൻ നമ്മുടെ ഓരോ വീഴ്ചയിലും തള്ളിക്കളഞ്ഞില്ലല്ലോ. അങ്ങനെ സ്നേഹിച്ചാൽ അവളിലൊരു അനുഗ്രഹീതയായി, ഞാൻ പറഞ്ഞൊരു ദൈവദാസി ഇരിപ്പാണ്. നിങ്ങളൊരു മിഷണറി കുടുംബമായി മാറും. റൂബാല ഹത്തൂര, മോനെന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. യു ആർ ഗോയിങ് ടു പ്രൊഫസൈ. നിങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ രോഗികൾ സൗഖ്യമാകും. അനേക യുവാക്കന്മാരെ കർത്താവിൻ്റെ കൃപയിലേക്ക് നടത്തുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കും. അതിനായിട്ട് സമർപ്പിച്ചോണം. മോടെ കുടുംബം അതിന് മാതൃക കാണിച്ചിട്ടുണ്ട്. റിസീവ് ദാറ്റ് ഇൻ ജീസസ് നെയിം. ആ സ്നേഹം ഭാര്യയിൽ വ്യാപരിക്കുന്നതാണ് സബ്മിസീവ്നെസ്. കേട്ടോ മോളെ, ക്രിസ്തുവിൻ്റെ സ്നേഹം ഭർത്താവിൽ വ്യാപരിക്കുന്നതാണ് സാക്രിഫൈസ്. ഭാര്യയിൽ വ്യാപരിക്കുന്ന സബ്മിസീവ്നെസ്. തങ്കോങ്കൾ പറയും, നിങ്ങൾ പാസ്റ്ററാകാം, അച്ഛനാകാം, എഞ്ചിനീയറാകാം, ഡോക്ടറാകാം, കുടുംബജീവിതം താളപ്പഴയാണോ? എല്ലായിടത്തും താളപ്പഴയായിരിക്കും. പാസ്റ്റേഴ്സിനോട് പറയുമ്പോൾ ആദ്യം കുടുംബജീവിതം, പിന്നെ സഭ നോക്കണം. സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? ഫസ്റ്റ് ഫാമിലി. ഫാമിലിയിൽ അനുഗ്രഹമുണ്ടോ? നിങ്ങൾ തൊടുന്നതല്ല അനുഗ്രഹം. ആദമിൽ ഹവ്വായ ഒന്നിച്ചിരുന്നപ്പോഴാണ് നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും നടക്കുന്നു. ഒരു ഭാര്യയും ഭർത്താവ് ഒറ്റ മനസ്സോടെ കൈകോർത്ത് പ്രാർത്ഥിച്ച് നടക്കാത്തൊരു കാര്യവും. അതുകൊണ്ട് തന്നെ അവിടെ ഭിന്നത പിശാച് കൊണ്ടുവരാന്ന്. ഒരു ഭാര്യയും ഭർത്താവ് ഒന്നാകരുതെന്ന് പിശാച് ആഗ്രഹിക്കും. അവിടെ ഏറ്റവും ഒരു കുടുംബത്തെ നന്നായിട്ട് കൊണ്ടുപോകാൻ ദൈവം ആദ്യം കൃപ കൊടുത്തത് സ്ത്രീക്കാണ്. അതുകൊണ്ടാണ് ഭാര്യമാരെ എന്നാ തുടങ്ങുന്നത്. കൊലോസ് ലേഖനത്തിൽ, എഫേസ് ലേഖനത്തിൽ, പത്രോസിൻ്റെ ലേഖനത്തിൽ എല്ലാം ഭാര്യമാരെ എന്നാ തുടങ്ങുന്നത്. അതിന് തങ്കങ്ങൾ പറയും, അതിൻ്റെ കാരണം ഒരു കുടുംബം കെട്ടുപണി ചെയ്യുവാൻ ഭർത്താവിന് കൊടുത്തതിനേക്കാൾ ശക്തി ഭാര്യയ്ക്ക്. കായിക ശേഷി ഭർത്താവിനാണ്, പുരുഷനാണ്. പക്ഷെ വീട് കെട്ടുപണി ചെയ്യുന്ന ഭാര്യ. ഹൗസ് നിർമ്മിക്കുന്ന ഭർത്താവ് കല്ലും കട്ടയൊക്കെ വെച്ച്, പക്ഷെ ഹൗസിനകത്തൊരു ഹോം നിർമ്മിക്കുന്നത് ഭാര്യയാണ്. ഞാൻ തമാശന് പറയും, ഇപ്പോഴത്തെ പ്രശ്നം നമ്മുടെ വൈഫൈയുടെ സ്പീഡ് കൂടാത്തല്ല, വൈഫിൻ്റെ പ്രാർത്ഥന കുറച്ചുകൂടെ കൂടാത്ത പ്രോബ്ലം. നിങ്ങൾ ഏത് ക്രൈസ്തവ കുടുംബങ്ങൾ നോക്കുക, പ്രാർത്ഥിക്കാത്ത അമ്മച്ചിമാരെയൊക്കെ നമ്മൾ കളിയാക്കി, പക്ഷെ അവരുടെ മക്കളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു. മോളെ, ഒരു സ്ത്രീയെ ദൈവം ഒരു ഹോം മേക്കറായിട്ടാണ് സൃഷ്ടിച്ചത്. ഒരു പുരുഷനെ ദൈവം ഒരു പ്രൊഫഷണലായിട്ടാണ്. ആദാമിനോട് പറയാണ് തോട്ടം കാപ്പാനും കിളപ്പാനും, ടു ടിൽ ആൻഡ് ടു കീപ്. എൻ്റെ തങ്കോങ്കൾ പറയുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉദാഹരണം. പെൺകുട്ടികളുടെ കളിപ്പാട്ടങ്ങളെല്ലാം വീടുമായിട്ട് ബന്ധപ്പെട്ടത്. എനിക്കുണ്ട് ഒരു കൊച്ചുമോള് 4 വയസ്സുള്ള കൊച്ചിനെ പാല് കുടിപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ആൺകുട്ടികളുടെ കളിപ്പാട്ടങ്ങളെല്ലാം പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ടത്. എന്ന് പറഞ്ഞാൽ ദൈവം സ്ത്രീയെ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ചതൊരു കുടുംബം കെട്ടുപണിയാണ്, വീടിനകത്ത് മുന്തിരിവള്ളിയാകാൻ. അവളെയാണ് സാത്താൻ ആദ്യം തന്നെ ഉന്നം വെച്ചത്. ഇപ്പോഴും ഇന്നത്തെ കാലത്ത് മോളെ ഒരു ജോലിയൊക്കെ ചെയ്യേണ്ടി വരാം, പക്ഷേ ഫസ്റ്റ് കോൾ ഈസ് ടു ബിൽഡ് എ ഹോം. ഇന്നിപ്പോൾ ഇദ്ദേഹത്തോട് ഞാൻ സമ്മതമാണോ എന്ന് ചോദിക്കുമ്പോൾ ചാടി സമ്മതമാണെന്ന് പറയും. പക്ഷെ അകത്തെന്താണെന്ന് എനിക്കറിയാം. എൻ്റെ പൊന്നെ എന്തായി തീരുവെന്ന്. ഞങ്ങളും ഇങ്ങനെ ഇരുന്നാണല്ലോ. കാരണം ഒരു പുരുഷൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊഫഷനാണ്. കല്യാണം കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്, പ്രൊഫഷനാണ്. ഒരു പെൺകുട്ടിയുടെ ഈ കളിപ്പാട്ടം ആൺപിള്ളേർക്ക് കൊടുത്താൽ അവരെ ദൂരോട്ടെറിഞ്ഞിട്ട് ഡ്രോന്ന് വണ്ടി ഓടിക്കും, അല്ലെ ഡിഷൻ വെടിവെക്കും. അവൻ പ്രൊഫഷണലാണ്.
അവന് ജോലി പോകുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. സ്ത്രീയെ വീടിനകത്ത്, വീടുകളെ തകർത്തുകൊണ്ടാണ് സമൂഹം തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിങ്ങനെ അടുക്കളയെ കരിപിടിച്ച് കിടന്നാൽ മതിയോ? എന്തിനാ പറഞ്ഞതിനെ ചെറുതാക്കുന്നത്? ഇന്ന് ലോകത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു കൂട്ടരുണ്ട്. 1% ഉള്ളു കേട്ടോ യഹൂദൻ. 0.16% അവൻ്റെ ജനസംഖ്യ. ലോകം അവൻ്റെ വിരൽ തുമ്പിലാണ്. 25% നോബൽ സമ്മാനം അവരാണ് നേടിയത്. പക്ഷെ അവരെ പണിതത് അബ്രഹാം എന്നല്ല എഴുതിയിരിക്കുന്ന. രൂത്തിൻ്റെ കല്യാണത്തിന് പറയാം, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, ലേയും റാഹേലിനെ പോലെ അവരെത്ര ഇസ്രായേൽ ഗൃഹം പണിത്. അബ്രഹാം ഇസ്ഹാക്കും അല്ല. ഞങ്ങളിവിടെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ പുറകിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാർ, ജീവിത പങ്കാളികളുള്ളതുകൊണ്ട് അവർ സ്റ്റേജിൽ കയറാറില്ല. ഞങ്ങളിന്ന് ഇവിടെ ഇരിക്കും. എൻ്റെ മോളെ, പെൺകുട്ടികളെ അമ്മമാർ കൊച്ചുനാളിലെ പഠിപ്പിക്കും. കൊച്ചെ അതൊക്കെ ഉഴപ്പിയെടുത്തിടരുത്, നീ ഒരു വീട്ടിൽ ചെന്ന് കയറാൻ അമ്മ പറഞ്ഞില്ലേ? അതാ എൻ്റെ 2 പെൺപിള്ളേരോട് ഡെയിലി പറഞ്ഞ് ഞാൻ കേൾക്കുന്നത്. വീട് 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 വീട്. എൻ്റെ ഭാര്യ, എൻ്റെ വീട്ടിലെ മുഴുവൻ പ്രശ്നങ്ങളും ഞാൻ കല്യാണം കഴിക്കുമ്പോൾ തീർന്നിരുന്നില്ല. പക്ഷെ എൻ്റെ ഫാദറിലോ എവൻലി ഫീസ്റ്റ് ഒരു ഡയോസിസ് പാസ്റ്ററായിരുന്നു. ഞങ്ങളുടെ കല്യാണത്തിന് എൻ്റെ ഫാദറിലോ മകളോട് പറഞ്ഞു, അന്ന് എൻ്റെ പെങ്ങൾ മാനസിക രോഗിയായിട്ട് ഓടും, വീട്ടിൽ മുഴുവൻ പ്രശ്നം, ഞാൻ സുവിശേഷകൻ. ഭാര്യയോട് പറഞ്ഞു, നീന മോളെ, നീ ചെന്ന് കയറുന്ന വീട് വലിയ പ്രശ്നമുള്ളൊരു വീടാണ്. പക്ഷെ നിനക്ക് ഞാൻ യേശുവിനെ തന്നിട്ടുണ്ട്. അവിടെയുള്ള പ്രശ്നങ്ങൾ ഡെയിലി എന്നെ ഫോണിൽ വിളിച്ച് പറയരുത്. നിൻ്റെ ഭർത്താവിൻ്റെ സുവിശേഷകൻ്റെ കയ്യെ പിടിച്ച് നീ പ്രാർത്ഥിച്ചാൽ ആ വീടൊരു സ്വർഗമാകും. അങ്ങനെ ചെയ്തു. ഞങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങളൊന്നും ആ വീട്ടിൽ അറിഞ്ഞില്ല. ആ വീടിനെയും ഞങ്ങൾ രണ്ടും കൂടി ആ വീട്ടിലെ കുഞ്ഞുങ്ങളുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ദൈവം കൃപ തന്നു. എൻ്റെ ഭാര്യ എൻ്റെ അപ്പനെയും അമ്മയൊക്കെ നോക്കി. ഇന്ന് ഞങ്ങൾ ലോകരാജ്യങ്ങളിൽ നടക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞു. കല്യാണത്തിനെന്ന് കർത്താവ് എനിക്കൊന്നൊരു പാട്ടുകൂടെ പാടാവേ. കല്യാണത്തിന് വന്ന വല്ലൊരു പാട്ടെഴുതുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഭാര്യ വീട്ടിൽ പോയിരുന്നു, എഴുതിയതിലൊരു പാട്ട് കിട്ടി. എൻ്റെ വീട്ടിൽ വല്ലവരും ഈ പ്രശ്നമുള്ള പെങ്ങളിങ്ങനെ ആയിരിക്കുന്ന ഒരു വീട്ടിൽ വല്ലവരും പെങ്കൊച്ചനെ കെട്ടിച്ചു വിടുമോ? പക്ഷെ എൻ്റെ ഫാദറിലോ കെട്ടിച്ചു വിട്ടു. കല്യാണം നടന്നപ്പോൾ അന്ന് അന്നിക്ക് എൻ്റെ ഉള്ളിൽ വന്നൊരു പാട്ടാണ്. എൻ്റെ ജീവനിൽ യേശു ചെയ്തതോർ എൻ്റെ പ്രാണനെ യാഗമാകണം, ഒരു കണ്ണിന് പോലും കനിവില്ലാതെ പൊടിമണ്ണിലുരുണ്ടു പിറന്ന നാളിൽ കടന്ന് വിഷമിച്ച ഞങ്ങള് സ്വന്തക്കാരൊക്കെ ഭ്രാന്താലയോ എന്ന് വിളിക്കുമായിരുന്നു എൻ്റെ വീട്. സ്വന്തമെന്നു ചൊന്നവരല്ല സ്വന്ത വഴികളിൽ ഓടിയതെന്നു, എങ്കിലും യേശുവേ നീ മാത്രം എൻ്റെ ചാരേ ഓടിയാണ്. എൻ്റെ വിവാഹ ദിവസത്തിലെ ഗാനം നിങ്ങൾക്കൊരു ബർത്ത്ഡേ അല്ല ഒരു വെഡിങ് ഗിഫ്റ്റായി തന്നുകൊള്ളുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പം മോക്കാണ് ഒരു സ്ത്രീ എന്ന നിലയിൽ എൻ്റെ വീട്ടിൽ ഞാൻ 2 ദിവസം ഇല്ലെങ്കിൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എൻ്റെ ഭാര്യ അരമണിക്കൂറില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. നിങ്ങളുടെ വീട്ടിലും അങ്ങനല്ലേ? സ്ത്രീയാണ് വീടിൻ്റെ വിളക്കെന്ന ഭാരതീയ ചിന്തകളും പറയുന്നു. ഒരു വീടിനെ, ഒരു ജനവർഗത്തെ മോടെ കയ്യിലേക്ക് ദൈവം തരിക. പ്രാർത്ഥനയോടെ കടന്നോണം. അതിനൊത്തിരി സാക്രിഫൈസ് വേണം. അദ്ദേഹത്തെ ശിരസ്ഥാനത്തെണ്ണണം. നിങ്ങൾ തുല്യരാ കേട്ടോ, തുല്യരാണ്. വാര്യല്ലിൽ നിന്നാണ് എല്ലായിടത്ത്, കാലിൽ നിന്നും തലേന്നൊന്നുമല്ല, തുല്യരാണ്. 140 MLA-മാരും തുല്യരാണെങ്കിലും ഒരാൾ സ്പീക്കറാകണം. എന്നതുപോലെ ഏത് കാര്യവും നടക്കണമെങ്കിൽ ഒരു ഹെഡ്ഷിപ്പ് വേണം. ആ ഹെഡിന് ഭാരതീയ ചിന്തകളും അതാണ്. പാതിവർത്തിയുള്ള ഭാര്യ. പത്രോസ് പറയുമ്പോൾ സാറ അബ്രഹാമിനെ യജമാനനെ അഡോണായി, ദൈവത്തെ വിളിക്കുന്ന പേര് അഡോണായി എന്ന് വിളിച്ചു. ഞാൻ തമാശന് പറയും, അഡോണായി എന്നൊന്നും വിളിച്ചില്ലെങ്കിലും എടോ എന്ന് വിളിക്കാതിരുന്നാൽ മതി. പേരൊന്നും വിളിക്കല്ലോ കേട്ടോ. ബഹുമാനം കൊടുക്കണം. ഭാര്യയ്ക്ക് സമൂഹത്തിൽ ബഹുമാനം കൊടുക്കേണ്ട ഒരു ഭർത്താവ്. പത്രോസ് പറയാണ്, സ്നേഹം
പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. ഇത് സഭയിൽ ആർക്കെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിൽ നേരെ പറഞ്ഞ് കമ്പെ ചുറ്റുകയാണ്. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ, എൻ്റെ സഹോദരൻ്റെ, എൻ്റെ ജീവിത പങ്കാളിയുടെ കുറവുകളെ മറയ്ക്കുന്ന സ്നേഹം. എല്ലാവരും പറഞ്ഞ് മറയ്ക്കുന്ന സ്നേഹം. 1 പത്രോസ് 4:9-8. 1 കൊരിന്ത്യർ 13:5-6. ലവ് വിൽ നെവർ കീപ്പ് എ റെക്കോർഡ് ഓഫ് റോങ്സ്. സ്നേഹം പാപങ്ങളുടെ കണക്ക്, തെറ്റുപറ്റിയ നീ പണ്ട് അത് പറഞ്ഞതല്ലേ, നിങ്ങൾ ഇത് ചെയ്തതല്ലേ പറയരുത്. അതുകൊണ്ട് ഞാൻ പറയുന്ന പിടിക്കുകയാണെങ്കിൽ പുതിയ വഴക്കേ പിടിക്കാവുള്ളൂ, മുമ്പേ പറഞ്ഞില്ലേ. പഴയതെല്ലാം പറയരുത്. നമ്മുടെ കർത്താവ് നമ്മുടെ അകൃത്യമെല്ലാം മായ്ച്ചെന്ന്, അവിടെ റെക്കോർഡിലൊന്നുമില്ല. നീ പണ്ട് അത് പറഞ്ഞല്ലേ എന്ന് പറയരുത്. മായ്ക്കുന്ന സ്നേഹം ഓർക്ക് പറഞ്ഞ്, മറയ്ക്കുന്ന സ്നേഹം, മറക്കുന്ന സ്നേഹം, പൊറുക്കുന്ന സ്നേഹം. അങ്ങനെ നിങ്ങളുടെ വീട് സ്വർഗതുല്യമാകട്ടെ. നമുക്കെല്ലാവർക്കും ദിവസം എഴുന്നേക്കാം. ഇന്ന് ഭർത്താക്കന്മാർ എഴുന്നേൽക്കുമ്പോൾ ഇന്ന് വീട്ടിൽ പോയി ഭാര്യയുടെ കയ്യെ പിടിച്ച് പാടാനൊരു പാട്ടുകൂടെ പാടാം. ഭർത്താവിൻ്റെ, ഞാൻ ഈ കല്യാണത്തിന് പ്രസംഗിക്കുന്നത് എൻ്റെ ഭാര്യയ്ക്ക് വലിയ ഇഷ്ടം കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഇന്ന് തിരിച്ചു തന്ന് കുറച്ചെങ്കിലും ഒന്ന് നന്നാവില്ല. പ്രൈസ് ലോർഡ്. ഞങ്ങളുടെ വീട് വഴക്കിൻ്റെ അലോഹ്യത്തിൻ്റെ ഒരു വീടാണ്. ഇന്ന് ഞങ്ങളുടെ വീട് ഒരു സ്വർഗമാണ്. ഒത്തിരി കോടികൾ കണ്ടതാ, ബാങ്ക് നടത്തിയതാ, സ്വർഗം വന്നില്ല. അല്പം സ്നേഹം ഉണ്ടെങ്കിൽ, അല്പം കഞ്ഞിയുള്ളെങ്കിലും അവിടെ സ്വർഗം വരും. ഈ വേദഭാഗത്തിൻ്റെ അടുത്ത ഭാഗം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ അവളെ വചനമാകുന്ന വെള്ളം കൊണ്ട് കഴുകിയിരിക്കുന്നത് പോലെ. സ്തോത്രം. കുറവുകൾ നോക്കാതെ സ്നേഹിച്ചു. അങ്ങനെ സ്വർഗം പണിയാമെന്ന ഈ പാട്ട് RS വിജയരാജ് എന്ന് പറഞ്ഞ എൻ്റെ സ്നേഹിതൻ്റെ ഒരു പ്രസിദ്ധമായ ഗാനം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കയ്യെ പിടിച്ച് പാടിക്കണം. ഇന്ന് വീട്ടിൽ പോയി ഭാര്യയുടെ കയ്യെ പിടിച്ച് പാടണം കേട്ടോ. ഭർത്താവിൻ്റെ കയ്യെ പിടിച്ച് പാടിയാൽ സ്വർഗം വരും. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. കുറവുകളൊന്നും നോക്കില്ല, അയോഗ്യതയൊന്നും നോക്കില്ല, സഭയേശു സ്നേഹിച്ചതുപോൽ സ്നേഹിക്കും ഞാൻ. പുതിയൊരു ജീവിതം ഇനി ഞങ്ങൾ പണിയും ദൈവകൃപയാലെ. കർത്താവെന്നും വാഴുന്ന ഭവനമൊരുക്കിയിടും ഞങ്ങൾ, സ്വർഗമൊരുക്കിയിടും. സ്വർഗം ഒരുക്കണ്ടേ? കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. യേശു കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. തുടർന്ന് ശുശ്രൂഷയുടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും പ്രാർത്ഥിക്കാം. ഇവരെ ചേർക്കുന്നത് തോമസ് ഊട്ടി ബ്രദറല്ല, യേശുവാണ്. അത് വിശ്വസിക്കുന്ന മക്കൾ അല്പസമയം കര ഉയർത്തി കർത്താവിന് നന്ദി പറയണം. ഞങ്ങളുടെ ഒരു ഡയോസിസ് പാസ്റ്ററുടെ പെങ്ങളുടെ വിവാഹത്തിന് ഇതുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മോളുടെ ഉപ്പാപ്പൻ ഹോസ്പിറ്റലിൽ നിന്ന് സ്പെഷ്യൽ പെർമിഷൻ എടുത്ത് വീൽ ചെയറെ വന്നിരിക്കുക. തിരിച്ചുപോയി അഡ്മിറ്റ് ആകണം, ശ്വാസം മുട്ടലാണ്. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരാൾ വന്ന് എന്നെ തൊട്ടു. സൗഖ്യമായി വീട്ടിൽ പോയി. തങ്കു ബ്രദറും ബെന്നി ബ്രദറും കൂടെ കുവൈറ്റിൽ ഒരു വിവാഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു അറബി സ്ത്രീ പറഞ്ഞു, ഒരു വെള്ളവേഷം ധരിച്ച ഒരാൾ എന്നെ വന്ന് തൊട്ടു, ഞാൻ സൗഖ്യമായി. ഇന്ന് ലൈവിൽ കാണുന്നവർ, ഇവിടെ നിൽക്കുന്നവർ, യേശു ഹെവൻലി ഫീസ്റ്റിലല്ലിരിക്കുന്നത്. നിങ്ങളൊന്ന് വിളിച്ചാൽ എന്തൊരു വലിയ പ്രശ്നമാണെങ്കിലും, നിങ്ങളുടെ കുഞ്ഞിൻ്റെ കുടുംബജീവിതം തകർച്ചയിലാണ്, നിങ്ങളുടെ ഭർത്താവ് മദ്യപാനത്തിലാണ്, ഈ റജി ബ്രദറിനെ രൂപാന്തരപ്പെടുത്തിയ, ഷാജി ബ്രദറിനെ രൂപാന്തരപ്പെടുത്തിയ, ഈ ഇദ്ദേഹത്തെ വലിയ സാമ്പത്തിക കടക്കണിയിൽ നിന്ന് വിടുവിച്ച ഇവിടെ ഓരോരുത്തരും അത്ഭുതങ്ങളാണ്. യേശുവിൻ്റെ അത്ഭുതകരം ഇവിടെ വ്യാപരിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിത പങ്കാളിയെ ഒന്നുകൂടെ സ്നേഹിക്കാൻ, കുറവ് നോക്കാതെ സ്നേഹിക്കാൻ, എൻ്റെ ഭർത്താവിനെ ഒന്നുകൂടെ സ്നേഹിപ്പാൻ എനിക്ക് കൃപ തരണമേ. നമുക്കെല്ലാവർക്കും കർത്താവിന് സ്തുതി സ്തോത്രങ്ങൾ. We
ലോകപ്രസിദ്ധമായിരുന്ന MGM ഓർക്കസ്ട്രയുടെ മ്യൂസിക് ഡയറക്ടറായി അമേരിക്കൻ ഐക്യനാടുകളിൽ എല്ലാം പോകുകയും മസ്കറ്റിൽ പാട്ട് പഠിപ്പിച്ച് അന്നത്തെ കാലത്ത് 2-3 ലക്ഷം രൂപ സമ്പാദിക്കുമ്പോൾ എൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടെന്ന് എനിക്ക് വഴിയരികിൽ കിടക്കുന്ന രീതിയിൽ മദ്യത്തിനടിമയായി മകൻ മസ്കറ്റിലൊരു ബാറിലേക്ക് കയറുമ്പോൾ യേശുവിൻ്റെ കരം തൊട്ടത് ഞങ്ങളുടെ കറുകച്ചാൽ സഭയുടെ ശുശ്രൂഷകന്. ഇവിടെ ആരും കഥ പറയാൻ വന്നതല്ല, തൊട്ട് രുചിച്ച കർത്താവ്. ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ പ്രേ. ഇന്നിവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവേ, ഇന്നിവിടെ വന്ന ഓരോ മക്കളെയും കർത്താവ് തൊടണമേ. നിങ്ങളുടെ വേദന ഇപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നിങ്ങളുടെ രോഗം ഇപ്പോൾ സൗഖ്യമാവും, മുഴകൾ അപ്രത്യക്ഷമാവും, ക്യാൻസർ സൗഖ്യമാവും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഐ കമാൻഡ്. ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് അങ്ങയുടെ കരം തൊടണമേ. കുടുംബത്തിൽ സമാധാനം വരട്ടെ, വിടുതലുണ്ടാകട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ്, ഈ കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടൊരു കുടുംബജീവിതം നയിക്കാൻ ഇന്ന് കൃപ കൊടുക്കണം യേശുവിൻ നാമത്തിൽ. നമുക്ക് ദൈവസ്ഥലിരിക്കാം.